ഹലോ ഗൈസ്, ഞങ്ങൾ ഇന്നൊരു ഷോപ്പിങ്ങിന് പോവാം. ഇന്ന് ഞങ്ങൾക്ക് വീക്കെൻഡ് ഓഫായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ വിചാരിച്ചു ഷോപ്പിങ്ങിന് പോകാമെന്ന്. അങ്ങനെ നേരെ വണ്ടി എടുത്ത് നേരെ വിട്ടു മാർക്സിലോട്ട്. മാർക്സിൽ പോയപ്പോൾ മാർക്സ് ഓൾറെഡി അടച്ചു. പിന്നെ അപ്പുറത്ത് വിന്നേഴ്സിൽ പോയപ്പോഴും അവിടെ ഒന്നും കിട്ടിയില്ല. അപ്പോൾ പിന്നെ നമ്മുടെ മൂഡ് പോയി. അതുകൊണ്ട് പിന്നെ നമ്മൾ വിചാരിച്ചു വീട്ടിൽ പോയി ഫുഡ് കഴിക്കാമെന്ന്. അപ്പോഴാണ് ബേബി പറഞ്ഞു ബേബിക്ക് ക്രാബ് കഴിക്കാൻ തോന്നുന്നു. എന്നാൽ പിന്നെ ക്രാബ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് നേരെ മെട്രോയിലോട്ട് വിട്ടു. മെട്രോയിലോട്ട് പോകുമ്പോഴാണ് ഈ സൈഡിൽ കാണുന്ന ഐസ് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. ഫുള്ള് റോഡ് ക്ലിയർ ചെയ്യുമ്പോൾ ഐസ് അവർ കൂട്ടം കൂട്ടമാക്കി ഒരു സ്ഥലത്ത് കൊണ്ട് പൈലപ്പ് ചെയ്യും. അതാണ് ഈ കാണുന്നത്. അങ്ങനെ നിങ്ങൾ നേരെ മെട്രോയിലോട്ട് പോകാമെന്ന് വിചാരിച്ച്. അപ്പം മഞ്ഞൊന്നും ഇല്ലായിരുന്നു. ബട്ട് മെട്രോ എത്തുമ്പോഴത്തേനും പയ്യെ മഞ്ഞ് തുടങ്ങി. കണ്ടോ? പിന്നെ നമ്മൾ വിചാരിച്ചു ഇവിടെ കയറി വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കിയപ്പം ഫിഷസ് ഉണ്ട്. പക്ഷെ അതിനൊന്നും കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാനും മേടിക്കാനും തോന്നില്ല. ഇവിടെ ക്രാബിന് ഭയങ്കര വിലയാണ്. ബട്ട് ഫ്രോസൺ ക്രാബേ കിട്ടുള്ളൂ. അല്ലാണ്ട് ക്രാബ് കിട്ടും, പക്ഷെ അത് നമ്മൾ ട്രൈ ചെയ്തിട്ടില്ല. പിന്നെ ക്രാബ് ഉണ്ടാക്കി തരാൻ വേണ്ടി എനിക്ക് കേക്ക് മേടിച്ചു തന്നു. അതുകൊണ്ട് പിന്നെ ഞാൻ ഹാപ്പിയായി. പിന്നെ നമ്മൾ പുറത്തിറങ്ങിയപ്പോഴത്തേനും ഇവിടെ ഫുള്ള് സ്നോ. അപ്പോഴത്തേനും ബേബി വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടു. അങ്ങനെ നമ്മൾ വേഗം റിമോട്ട് സ്റ്റാർട്ടൊക്കെ ചെയ്ത് പോകാമെന്ന് വിചാരിച്ചു. മഞ്ഞ് കണ്ടോ? ഇത്ര പെട്ടെന്ന് ഇത്രയായി. മഞ്ഞ് കണ്ടാൽ മൂട് പോകും. ഇനിയിപ്പോൾ വീട്ടിൽ പോയിട്ട് വേണം ക്രാബിൻ്റെ കറി ഉണ്ടാക്കാൻ. എനിക്ക് കറിയല്ല, റോസ്റ്റ് പോലെ ഇഷ്ടം. അപ്പോൾ പിന്നെ അങ്ങനെ ചെയ്യാമെന്ന് വെച്ചു. അപ്പം ഞാൻ അതിൻ്റെ പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അതിനെ ക്ലീൻ ചെയ്ത് ഫ്രോസൺ പിന്നെ ഭയങ്കര മുള്ളുണ്ട് അതിൻ്റെ മേലെ. പക്ഷെ വലിയ ക്രാബായിരിക്കും. അതിൻ്റെ പരിപാടികളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ വേഗം ക്രാബൊക്കെ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് സെറ്റാക്കി കറി ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ ഞാനെല്ലാം സെറ്റാക്കി കറിയൊക്കെ റെഡിയായി. ഇന്ന് പിന്നെ ചോറും ക്രാബും ചിക്കൻ ഫ്രൈ ആയിരുന്നു ഞങ്ങളുടെ ഡിന്നർ. അപ്പം പിന്നെ അങ്ങനെ അടിപൊളിയായിരുന്നു.